പ്രിയപ്പെട്ട നേതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ, പ്രധാനമായും 52 സംഘടനകളോളം ഈ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഇന്നിവിടെ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അവരെല്ലാം പ്രോഗ്രാമുകളിൽ സജീവമായി ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കൊന്ന് പ്രഖ്യാപിക്കുകയാണ്. 24-ാം തീയതി, അതായത് ഈ വരുന്ന 24 ജില്ലാ അടിസ്ഥാനത്തിൽ സംഘടനയുടെ എല്ലാ സംഘടനകളുടെയും ജില്ലാ അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ 4 മണിക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കും. ജില്ലയിൽ ചാർജ് വന്നിട്ടുള്ള ആളുകൾ അതിനാവശ്യമാകുന്ന ക്രമീകരണങ്ങൾ ഓരോ ജില്ലയിലും ചെയ്യണം. എല്ലാ സംഘടനയിൽ നിന്നും ഭാരവാഹികൾ അവിടെ എത്തിച്ചേരുകയും 24-ന്റെ പ്രോഗ്രാമിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. 27-ാം തീയതി കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും പ്രധാനപ്പെട്ട സിറ്റികളിലും സംയുക്തമായി എല്ലാ സംഘടനകളും യോജിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തുവാൻ വേണ്ടി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായികൾ, ട്രേഡ് യൂണിയൻസ്, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെയും കൂടെ സഹകരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സമരപ്രഖ്യാപനം കൺവെൻഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. നിതിൻ രാജിൻ്റെ ദാരുണമായ സംശയാസ്പദമായ മരണം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് നിസ്സാരമല്ല. ഇതിൻ്റെ സംഭവങ്ങൾ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നവോത്ഥാന ഗുരുക്കന്മാർ അവരുടെ ശബ്ദം മുഴങ്ങിയ ഈ ഹാളിൽ അവരെ ഞാൻ കാണുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുക, ഇനിയെങ്കിലും ഇവന്മാർ ഒന്നിക്കോ എന്ന് ചോദിക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നിപ്പോവുക. അവരുടെ ആത്മാവ് അങ്ങനെ എന്നോടൊന്ന് മന്ത്രിച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മുടെ ഈ ഐക്യനിര വരും കാലങ്ങളിലെ ഒന്നിച്ചുള്ള യാത്രയ്ക്ക് കൂടി കരുത്ത് പകരുന്നതായിരിക്കണം എന്ന് ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നമുക്കുണ്ടാക്കേണ്ടത്. നമുക്ക് പരസ്പരം സംഘടനകൾ തമ്മിൽ തന്നെ കാണാൻ മേല. എനിക്ക് അംജാദ് സാറിനെ കാണാൻ മേല, അംജാദ് എന്നെ കാണാൻ മേല, പ്രസാദ് സണ്ണി സാറിനെ കാണാൻ മേല, ഷൺമുഖന് മറ്റു ചില ആളുകൾ കാണാൻ മേല. നമ്മുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിന് വിട പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ സമാപനം കുറിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ആദിവാസി ദളിത് സമൂഹം ഉണർന്നെഴുന്നേറ്റാൽ ഉണ്ടാകാവുന്ന കാലാവസ്ഥ വ്യതിയാനം വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഐക്യനിര തന്നെ കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ആക്ഷൻ കൗൺസിലിനാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായ സംഘടനാ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇതിന് ചുറ്റും കെട്ടിയിരിക്കുന്നതൊക്കെ വ്യത്യസ്ത നിറങ്ങളിലുള്ള കൊടിയാണ്. ആ കൊടികളെല്ലാം നമുക്കൊന്നിച്ച് ചേർത്ത് പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിതിൻ രാജിൻ്റെ ഈ ദുരൂഹ മരണത്തിൻ്റെ വസ്തുതകളെ പുറത്തു കൊണ്ടുവരികയും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെയൊക്കെ പ്രായത്തിൽ ആദ്യം കേൾക്കുകയാണ് ലോണാപ്പ് കേസിൽ പ്രതിയാകുന്നത്. ആദ്യമായിട്ടാണ് ലോണാപ്പ് പ്രതിയാകുക. ഇതിൻ്റെ കേസിൽ 5ഓളം അധ്യാപകരുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം നോയിഡയിൽ ചെന്ന് നമ്മുടെ പോലീസ് കരുത്ത് കാണിച്ചു. ഇവരുമായിട്ട് ആലോചിച്ചിട്ടാണ് ആ കരുത്ത് കാണിച്ചത് എന്നെനിക്ക് സംശയമുണ്ട്. വളരെ മിടുക്കാണെന്നാണ് കണ്ണൂർ SP യുടെ ഒരു തോന്നൽ. നോയിഡയിൽ ചെന്ന്
അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിതിനെ ജാതിപരമായി അപമാനിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത പ്രതികൾ കണ്ണൂർ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന പോലീസ് ഓഫീസർമാർ, ഭരണകർത്താക്കൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസമായി ഏപ്രിൽ 28 മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ആദിവാസി ദളിത് വിഭാഗങ്ങളാണ് ഈ ഹർത്താൽ നടത്തുന്നത്. അവരെ പിന്തുണയ്ക്കുവാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സഹോദര സംഘടനകളൊക്കെ രംഗത്തേക്ക് വരികയാണ്. കാരണം നിധിൻ രാജിൻ്റെ ആത്മഹത്യ സർവകലാശാലയിലെ ആദ്യത്തെ അനുഭവമല്ല. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അംബുജാസ്ഥാനിൻ്റെയൊക്കെ സ്പീച്ചിൽ ഞാൻ പലപ്പോഴും വേൾഡ് തലത്തിലുള്ള കോളേജിൻ്റെ സർവകലാശാലയിൽ ഈ വിഭാഗം അനുഭവിക്കുന്ന നിരന്തരമായ പീഡനങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ, ജാതിക്കും മതത്തിനുമെതിരായി നിലകൊള്ളുന്ന, എല്ലാവരും തുല്യരാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന കേരളത്തിൽ രജനി ആനന്ദ് ഉൾപ്പെടെയുള്ള എത്രയോ കുട്ടികൾ കലാലയങ്ങളിൽ ജാതിയുടെ പേരിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ള ദുരവസ്ഥ ഇനിയും നമ്മുടെ കുട്ടികൾക്കുണ്ടാകാൻ പാടില്ല എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഈ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നമ്മുടെ കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ ശക്തമായി ഇടപെടുവാൻ ആദിവാസി ദളിത് വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്, അവരുടെ നേതൃത്വമുണ്ട് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഹർത്താൽ നടത്തുവാൻ നമ്മൾ നിർബന്ധിതമായതാണ്. കാരണം അന്വേഷണം വഴിതിരിച്ചു വിടുകയാണ്. ഇതിനിടയിൽ ഇന്ന് നിധിൻ്റെ പിതാവ് കണ്ണൂരേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ വരുന്നതിനോട് പറഞ്ഞതാണ്. പക്ഷെ കണ്ണൂർ നമ്മുടെ ആക്ഷൻ കൗൺസിൽ നിന്നാരോ പോയെന്നും കൂടെ പറയുന്നു. എന്തായാലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഏകകണ്ഠമായിരിക്കണം. ഇവിടെ ഒരു സമിതിയുണ്ട്. കേരളത്തിലെ 52 സംഘടനകളുടെയും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ആക്ഷൻ കൗൺസിൽ രൂപം കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനത്തിന് വിധേയമായി വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ ഒരു ഐക്യനിര നമുക്ക് രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് അല്പം മുമ്പ് നമ്മൾ വാർത്ത കണ്ടു. ഇതിൻ്റെ അച്ഛൻ വളരെ വികാരത്തോടു കൂടി പറയുന്ന ഒരു വാർത്ത നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്ത് കിട്ടും. ആ പ്രിൻസിപ്പളിനെ കുത്തിക്കൊല്ലണമെന്നാണ് പുള്ളി പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ മൊബൈൽ എടുത്താൽ മതി, ഞാനിപ്പോൾ കേട്ടതാണ്. എത്രമാത്രം പിതാവിൻ്റെ മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു മാതാവും പിതാവിൻ്റെയും കണ്ണുനീരടങ്ങിയിട്ടില്ല. ഈ കേരളത്തിൽ നമ്മൾ എന്തിനിങ്ങനെ ജീവിക്കേണ്ടതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കാൻ, ഇതിനൊക്കെ തക്കതായ പ്രതികാരങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടൊരു സംഘടിത ശക്തിക്ക് മുമ്പിൽ കേരളത്തിലെ ഭരണകൂടവും പോലീസും മുട്ടുമടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വസ്തുതകളെ പുറത്തു കൊണ്ടുവന്നത്. മാധ്യമങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ ലോൺ ആപ്പിലേക്ക് ഈ സംഭവത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ദളിതാദിവാസി വിഭാഗങ്ങളുടെ ഒരു ഇടപെടൽ ഈ കേസിലുണ്ടായാൽ നിയമപരമായി നമ്മൾ നോക്കുന്നുണ്ട്. ഹൈക്കോടതി അഡ്വക്കേറ്റുമാരെ കണ്ടിട്ടുണ്ട്. തലശ്ശേരിയിൽ അഭിഭാഷകനെ കാണുവാൻ വേണ്ടി നമ്മുടെ സമിതിയുടെ നേതാവ് അഡ്വക്കേറ്റ് എ പ്രസാദിനെ ചുമതലപ്പെടുത്തി ഇന്നലെ തന്നെ അതിൻ്റെ കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിൽ തന്നെ വലിയ ഒരു നിയമ പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. കാര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിശക്തമായുള്ള നമ്മുടെ ഇടപെടൽ മുഖാന്തരം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യണം. നമ്മൾ 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത്. അതിന് കാരണം ഇവിടെ സന്യാസാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 10 കോടി രൂപ എന്തുകൊണ്ട് ചോദിക്കുന്നു? അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. BDS പഠനശേഷം അദ്ദേഹം ഡോക്ടറായാൽ അദ്ദേഹത്തിനുള്ളത് ശമ്പളം, ഒരു 10 വർഷത്തെ ശമ്പളം ഇവിടെ ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബഹുമാന്യ ഡോക്ടർ സുരേഷ് കുമാറും
ഡോക്ടർ സാഗറൊക്കെ ഇവിടെ ശമ്പളമൊക്കെ ഞങ്ങൾക്കറിയാം. ആ ശമ്പളത്തെ 10 വർഷത്തെ ശമ്പളം ഒന്ന് കണക്ക് കൂട്ടിയാൽ 10 കോടി ചോദിച്ചാൽ പോരാ. പക്ഷെ നമ്മൾ 10 കോടി കൊണ്ട് ഒതുക്കുക. ആ 10 കോടി രൂപ കൊടുക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയമായതുകൊണ്ട് മന്ത്രിമാർക്കൊന്നും പറയാൻ മേല. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ മന്ത്രി, ആ മണ്ഡലത്തിൻ്റെ MLA ദിവസങ്ങൾ 10 കഴിഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തെ സന്ദർശിക്കാനോ ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവർക്കൊരു സഹായധനം പ്രഖ്യാപിക്കാനോ ഇവിടെ ശ്രമിച്ചിട്ടില്ല. അത് നിസ്സാരമായൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഇടപെടൽ, നമ്മുടെ സമരമുഖങ്ങൾ, നമ്മുടെ ഹർത്താൽ, ഗ്രാമാന്തരങ്ങളിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കേരളം ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ചർച്ച ചെയ്താൽ പോരാ. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ആ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇതിന് കൃത്യമായ തീരുമാനം ഉണ്ടാകുകയും നാളുകളിൽ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ, സർവകലാശാലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ഗതികെട്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കൂടി കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കുന്ന മഹാത്മയ്യൻകാളി സ്മാരക ഹാളിൽ നിന്നുകൊണ്ട് ആ ഗുരുക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നിതിൻ രാജിന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം മറ്റൊന്നുമല്ല, നിതിൻ രാജിന് നീതി ലഭിക്കുന്നത് വരെയുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഏപ്രിൽ 28 രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുവാൻ നാം തീരുമാനിച്ച വിവരം ഇവിടെ ഏകാന്തമായി അറിയിക്കുകയാണ്. ഈ തീരുമാനത്തെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന് കരഘോഷത്തോടു കൂടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. സമരപ്രഖ്യാപനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട ഒരുപാട് നേതാക്കന്മാർ വേദിയിലുണ്ട്. 1-2 പേര് മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാവർക്കും ദൂരെ പോകേണ്ടവരുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കഴിവതും ഒരു 3 മിനിറ്റാണ് ഒരാൾക്ക് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. പുതുതായി നമ്മുടെ കൂടെ സാഹോദര്യ സമത്വ സംഘം എന്ന സംഘടന ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചത് അറിയിക്കുകയാണ്. SCAPA എന്ന സംഘടന ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു സംഘടനയാണ് പിന്തുണ പ്രഖ്യാപിച്ചതായി അറിയിച്ചിട്ടുണ്ട്. കേരള തണ്ടാൻ സർവീസ് സൊസൈറ്റി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചതായി അറിയിച്ചിട്ടുണ്ട്. സംവരണ സംരക്ഷണ സമിതി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചു. അംബേദ്കർ ഐഡിയൽ മിഷൻ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. അങ്ങനെ കേരളത്തിൽ ഇനിയും പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഹർത്താൽ ചരിത്ര വിജയമാക്കണം. അതിന് കയ്യും മെയ്യും മറന്ന് നമ്മളെല്ലാവരും തെരുവിൽ അന്നത്തെ ദിവസം ഇറങ്ങണം. അന്നത്തെ ദിവസം ആത്മാഭിമാനമുള്ള ദളിതരും ആദിവാസികളും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന മറ്റ് ആളുകളും അന്നത്തെ ദിവസം നമുക്ക് പണിയില്ല, വിശ്രമമില്ല. തെരുവുകളിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. ആ പ്രതിഷേധം തികച്ചും സമാധാനപരമായിരിക്കണം. ഇന്നലെ യോഗത്തിൽ ഞാൻ കേട്ടൊരു വാക്ക് എന്നെ തന്നെ പേടിപ്പിച്ചു പോയി. അദ്ദേഹം ആവേശം കൂടിയിട്ട് പറഞ്ഞു, ഇതെല്ലാം കൂടെ വാരിക്കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള സമരമൂടിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. തികച്ചും സമാധാനപരമായ ഹർത്താലായിരിക്കണം. അനാവശ്യമായി വാഹനങ്ങളെ എറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും സണ്ണി സാറും വിജയ് സാറും എല്ലാം കൂടെ ആദ്യം അകത്തോട്ട് പോകും. എറിയുന്നവർ പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ നേതൃനിര അവരൊരുപാട് കഷ്ടപ്പെട്ട് പിടിച്ചിരിക്കുന്ന ആളുകളാണ്. നമ്മൾ അക്രമ സമരമല്ല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം.
എല്ലാ സ്ഥലങ്ങളിലും ശക്തമായി പ്രകടനം നടത്തി അറസ്റ്റ് വരിക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ല ഒരു സമരമുറയായി ഇത് മാറും. അക്രമത്തിൻ്റെ പാതകൾ നമ്മൾ വെടിയണം. നമ്മൾ പറഞ്ഞല്ലോ, ആംബുലൻസ് സർവീസുകൾ, രോഗികളെ കൊണ്ട് പോവുക, വളരെ അത്യാവശ്യമായ ഒരിടത്ത് പോകുക, അത്തരം വിഷയങ്ങൾ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അതിൻ്റെ കോപ്പി തരും, അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ ഏറ്റവും സമാധാന അന്തരീക്ഷത്തിൽ നമ്മുടെ സ്ത്രീകളും കുട്ടികളും മുഴുവൻ തെരുവുകളിൽ ഇറങ്ങണം. കേരളം ഇന്നുവരെ കാണാത്ത അത്യുജ്വലമായ സമരങ്ങളുടെ വേലിയേറ്റം കുറിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 28. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാൾ തന്നെ തിരഞ്ഞെടുത്തത്. INDP എന്ന് പറയുന്ന ഒരു സംഘടന, ഡെമോക്രാറ്റിക് പാർട്ടി, ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഘടനകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാ നേതാക്കന്മാരുടെയും പേര് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് വിട്ടുപോയതിൻ്റെ പേരിൽ നമുക്ക് പരസ്പരം കലഹിച്ച് നിൽക്കാനുള്ള സമയമില്ല. പേരും നമുക്ക് പിന്നീട് പറയാം. നമ്മുടെ അജണ്ടയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമരമുറയാണ്. ആദ്യം ഹർത്താൽ വേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കണ്ണൂരേക്ക് മാർച്ച് നടത്തി, പല സംഘടനകളും മാർച്ച് നടത്തി, ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചുകൾ നടത്തി, പഞ്ചായത്തുകളിൽ മാർച്ചുകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുക പല മേഖലയിലും. അത് അങ്ങനെ നടന്നുകൊള്ളട്ടെ. പക്ഷേ 28-ന് അന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന 58 സംഘടനകളുടെ ചെറുതും വലുതുമായ സംഘടനകളുണ്ട്. അവരെല്ലാവരും തെരുവിലിറങ്ങണം. വീടുകളിൽ ഇറങ്ങാൻ പാടില്ല. 5:30-ക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ചെല്ലണം. നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. എല്ലാ സംഘടനകളുടെയും കൊടികൾ ഉണ്ടാകണം. മുദ്രാവാക്യങ്ങൾ വിളിക്കണം. ആവേശ ഉജ്ജ്വലമായ സമരമുറയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്രമ സ്വഭാവമുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സംഘാടകർ, നേതാക്കന്മാരാരും തന്നെ അനുമതി കൊടുക്കാൻ പാടില്ല. നമ്മുടെ പ്രതിഷേധങ്ങൾ അത് അലയടിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അമ്പരപ്പുണ്ടാക്കുന്ന പ്രതിഷേധങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുക. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും 14 ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ വന്നിട്ടുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചിന്തകൾ, ആശയങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ പങ്കുവയ്ക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് 1-2 ആളുകൾ മാത്രം ചില ഈ സമരപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ സമ്മേളനം നമുക്ക് സമാപിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് വന്നു ചേർന്ന മുഴുവൻ ആളുകളെയും ഈ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സ്ത്രീകളടക്കമുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന്, കണ്ണൂരിൽ നിന്നടക്കം ഇവിടെ കടന്നു വന്ന ആളുകൾ, നിതിൻ രാജിൻ്റെ അയൽവാസികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ കണ്ടു. അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ കുടുംബത്തിൻ്റെ വേദനയിൽ ഓരോ ദിവസവും കടന്നു ചെല്ലുന്ന നമ്മുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരെല്ലാം അഭിനന്ദിക്കുന്നു. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന നേതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. അടുത്തായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ K. അംജദ് സാറിനെ ക്ഷണിച്ചു കൊടുക്കുകയാണ്.